മുനമ്പം ഭൂമി വിഷയത്തിൽ നിലപാട് ഘടിപ്പിച്ച കത്തോലിക്ക സഭ മുഖപത്രം ദീപിക. വഖഫ് നിയമം നിലനിൽക്കുന്നിടത്തോളം ഇരകൾക്ക് നീതി ലഭിക്കില്ലെന്ന്, മതനിയമത്തിനെതിരെ രാജ്യം ഒന്നിക്കണമെന്ന് ദീപികയുടെ എഡിറ്റോറിയൽ പറയുന്നു. തിരുവനന്തപുരത്ത് നിന്ന് ശ്രീകാന്ത് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ്. ശ്രീകാന്ത്, വെൽക്കം ടു ചടയമംഗലം. ശ്രീകാന്ത്, നമ്മുടെ യാത്ര തുടരുകയാണ്. അതിനിടയിലാണ് ഈ വാർത്ത വന്നത്. ഇതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ബ്യൂറോയിൽ ലഭിച്ചത്? വെരി ഗുഡ് മോർണിംഗ് എസ്കേന്. ചടയമംഗലം അപ്പുറം ആയൂർ അഞ്ചൽ എന്റെ നാടാണ്. വളരെ സന്തോഷം എസ്കേൻ ആ ഭാഗത്തേക്ക് എത്തുന്നതിൽ. എസ്കേന് ഹാർദമായ സ്വാഗതം. ഇനി വേറൊരു കാര്യം, എസ്കേന്റെ നാട് കൂടിയാണ്. അപ്പോ അവിടേക്ക് എത്തുമ്പോൾ വലിയ ഭംഗിയായി യാത്ര മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി നമ്മുടെ വാർത്തയിലേക്ക് വരികയാണെങ്കിൽ, ഈ മുനമ്പം വഖഫ് ഭൂമി വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഹൈക്കോടതിയിൽ നിന്നും രൂക്ഷമായ വിമർശനം സർക്കാരിന് നേരെ ഉണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് കത്തോലിക്ക സഭ മുഖപത്രം ദീപിക ഈ ഒരു മുഖപ്രസംഗം എഴുതിയിരിക്കുന്നത്. മതനിയമത്തിനെതിരെ രാജ്യം ഒന്നിക്കണം എന്ന പേരിലാണ് ഈ എഡിറ്റോറിയൽ ഉള്ളത്. വഖഫ് നിയമം നിലനിൽക്കുന്നിടത്തോളം ഇരകൾക്ക് നീതി ലഭിക്കില്ലെന്ന് ഈ മുഖപ്രസംഗത്തിലൂടെ അവർ പറയുന്നു. ഹൈക്കോടതി വിധി ഇതാണ് വെളിവാക്കുന്നത് എന്ന് ദീപിക ചൂണ്ടിക്കാട്ടുന്നു. വഖഫ് നിയമം സംരക്ഷിക്കാൻ പാർലമെന്റിൽ പൊരുതുന്നവർ തിരുത്തണം എന്ന് മുന്നറിയിപ്പ് നൽകുകയാണ് ദീപിക ദിനപത്രം മുഖപ്രസംഗത്തിലൂടെ. ഈ മതപ്രീണനം അസഹനീയമാണെന്നും ദീപിക എഡിറ്റോറിയലിലൂടെ കുറ്റപ്പെടുത്തുന്നുണ്ട്. കേരളത്തിലെ മതേതര വിശ്വാസികളെ പുതിയൊരു രാഷ്ട്രീയ ധ്രുവീകരണത്തിലേക്ക് വലിച്ചിഴക്കരുത് എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. അത് ചില വ്യക്തമായ സന്ദേശമാണ് നൽകുന്നത്. അതായത് BJP പക്ഷത്തേക്ക് സഭയെ കൊണ്ട് കെട്ടാൻ BJP വളരെ ശക്തമായി ശ്രമിക്കുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു സൂചന കൂടി നൽകി ഈ ലേഖനം, ഈ മുഖപ്രസംഗം അവസാനിപ്പിക്കുന്നതും. എന്തായാലും സർക്കാർ ഇനി എന്ത് ചെയ്യും എന്നത് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എല്ലാവരും. താങ്ക് യു ശ്രീകാന്ത്.